ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നത്തെ മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ സ്വിറ്റ്സർലൻഡ് മികച്ച പ്രകടനമായിരുന്നു നടത്തിയിരുന്നത്. അതിൻ്റെ ഫലമായിക്കൊണ്ട് ഒരു ഗോൾ അവർ നേടുകയും ചെയ്തിരുന്നു. പക്ഷേ എംബോളോ അവിടെ ഒരു മണ്ടത്തരം കാണിച്ചു. ഡൈവ് ചെയ്തുകൊണ്ട് അദ്ദേഹം യെല്ലോ കാർഡ് വഴങ്ങി. വാർ പരിശോധിച്ചുകൊണ്ടാണ് റഫറി യെല്ലോ കാർഡ് നൽകിയത്. ഇതോടുകൂടി അദ്ദേഹത്തിന് റെഡ് കാർഡ് ലഭിച്ചുകൊണ്ട് പുറത്ത് പോവേണ്ടി വരികയും ചെയ്തു. അതാണ് കാര്യങ്ങളെ മാറ്റിമറിച്ചത്. അവിടം തൊട്ട് സിസിൻ്റെ കൈകളിൽ നിന്നും മത്സരം വഴുതി പോവുകയായിരുന്നു. ഈ വിഷയത്തിൽ അവരുടെ താരമായ റമോ ഫ്രൂളർ ഇപ്പോൾ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. വാറും റഫറിയും ഈ മത്സരത്തെ കൊന്നു എന്നാണ് ഫ്രൂളർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇതൊരു ദുരന്തമായി കൊണ്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. എന്താണ് റഫറി ഇവിടെ ചെയ്തു കൂട്ടിയത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. എങ്ങനെയാണ് വാറിന് ഒരു മത്സരത്തെ ആകെ മാറ്റിമറിക്കാൻ സാധിക്കുക എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. ഞങ്ങൾക്ക് നിയമങ്ങൾ മാറ്റാൻ കഴിയില്ല. ആ തീരുമാനം മത്സരത്തെ ആകെ മാറ്റിമറിച്ചു. ഒരിക്കലും ഇങ്ങനെ മത്സരങ്ങളെ കൊല്ലാൻ പാടില്ല. 11 താരങ്ങൾ തമ്മിലാണ് കളിക്കേണ്ടത്. ഇതാണ് റമോ ഫ്രൂളർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് എംബോളോക്ക് റെഡ് കാർഡ് നൽകാൻ പാടില്ലായിരുന്നു. ആ തീരുമാനം തെറ്റായിരുന്നു. ആ തീരുമാനം മത്സരത്തെ കൊന്നു എന്നാണ് ഇപ്പോൾ ഈ സ്വിറ്റ്സർലൻഡ് താരം വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ആ റെഡ് കാർഡ് ലഭിച്ചതോടുകൂടിയാണ് സ്വിസ് പടക്ക് പിന്നീട് പിൻവാങ്ങേണ്ടി വന്നത്. പിന്നീട് അർജന്റീന മികച്ച രൂപത്തിൽ കളിക്കുകയും 2 ഗോളുകൾ നേടിക്കൊണ്ട് മത്സരം വരുതിയിലാക്കുകയും ചെയ്തു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.